ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകം മഹോത്സവത്തിന് കൊടിയേറി 12-നാണ് ചരിത്രപ്രസിദ്ധമായ മകം തൊഴിൽ. ആത്മീയ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ളവയുമായി മാതൃഭൂമി ബുക്ക് സ്റ്റോളും ക്ഷേത്രാങ്കണത്തിൽ സജ്ജമായിട്ടുണ്ട്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനാണ് സമാരംഭമായത്. വ്യാഴാഴ്ച വൈകിട്ട് ചോറ്റാനിക്കര ദേവിയെയും ശാസ്താവിനെയും രണ്ടാനപ്പുറത്തായി വിളിച്ചു. തുടർന്ന് ആറാട്ടിനായി കിഴക്കേച്ചിറയിലേക്ക്. ആറാട്ടിനും കൊടിമര ചുവട്ടിൽ പറയ്ക്കും ശേഷം ഉത്സവ കൊടിയേറ്റം നടന്നു. 12-ാം തീയതിയാണ് വില്ലുമംഗലം സ്വാമിയാർക്ക് ദേവീ ദർശനം നൽകിയതിന്റെ ഐതിഹ്യപെരുമയിൽ ചരിത്രപ്രസിദ്ധമായ മകം തൊഴൽ. ആറാട്ട് കടവിലും അതുപോലെ ഇറക്കിപ്പൂജയുള്ള സ്ഥലങ്ങളിലും പറയിടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 10-ാം തീയതിയാണ് ഉത്സവബലി, 11-ാം ആയില്യം. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് 12-ാം തീയതി മകം തൊഴിലാണ്. ഇപ്രാവശ്യം ഏതാണ്ട് 1.5 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മകം തൊഴിൽ 2 മണി തൊട്ട് ഏതാണ്ട് ഒരു 9:30 വരെയോളം മകം തൊഴിൽ ഉണ്ട്. 9:30, ചിലപ്പോൾ അത് 10 മണി വരെ ഉണ്ടാകാം. 9 ദിവസവും ആറാട്ടുള്ളതാണ് ക്ഷേത്രത്തിലെ പ്രത്യേകത. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ മാതൃഭൂമി ബുക്ക് സ്റ്റാളും സജ്ജമായി. കൊച്ചിൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു ആർ പിള്ള, മാതൃഭൂമി വൈസ് പ്രസിഡന്റ് പബ്ലിക് റിലേഷൻ PV മിനി, യൂണിറ്റ് മാനേജർ ഐശ്വര്യദാസ് തുടങ്ങിയവർ ചേർന്ന് തിരിതെളിച്ചു. ആത്മീയ പുസ്തകങ്ങളടക്കം വലിയ കലവറയാണ് ഇവിടെയുള്ളത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.